നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 2023 നടത്തിയ കേരളോത്സവത്തിന്റെ വിജയികൾക്കുള്ള സമ്മാന വിതരണം 8 മാസം കഴിഞ്ഞിട്ടും നടത്താത്തതിൽ ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. കരുവന്നൂരിൽ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് ഓട്ടോറിക്ഷ പേട്ടയിൽ നിന്നും ഓട്ടോറിക്ഷ എടുത്തുകൊണ്ടുപോയി അപകടം സൃഷ്ടിച്ചു. ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി CNN GLPSൽ ഡോക്ടേഴ്സ് ദിനം സംഘടിപ്പിച്ചു. ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഊരകം സബ് സെന്ററിൽ യൂത്ത് ഹാപ്പിനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 2023 നടത്തിയ കേരളോത്സവത്തിന്റെ വിജയികൾക്കുള്ള സമ്മാന വിതരണം 8 മാസം കഴിഞ്ഞിട്ടും നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ സെക്രട്ടറി രാഹുൽ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ നസീജ മുത്തലിഫ്, ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ ജോയിന്റ് സെക്രട്ടറിമാരായ ജിതിൻ ദാസ്, വിശാഖ് എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള കേരളോത്സവത്തിൽ 2023 ഒക്ടോബർ മാസം നടത്തിയിട്ടുള്ള കേരളോത്സവം, അതിൻ്റെ സമ്മാനദാനം ഇത്രയും 8 മാസത്തോളം കഴിഞ്ഞിട്ടും ഇതുവരെയും ആർക്കും തന്നെ സമ്മാനം നൽകിയിട്ടില്ല. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വീഴ്ചയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത്രയും വലിയ യുവജന വഞ്ചനയാണ് ചേർപ്പ് ഭരണാധികാരികൾ, കോൺഗ്രസ് ഭരണാധികാരികൾ ഈ പഞ്ചായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മുഴുവൻ യുവജനങ്ങളെയും വഞ്ചിക്കുകയും അവരെല്ലാം പരിഹസിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഇവിടുത്തെ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളായിട്ടുള്ള കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആളുകൾക്ക് മാത്രം സ്വജനപക്ഷപാതം നടത്തിക്കൊണ്ട് പല മത്സരങ്ങളിലും അർഹരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിക്കാതെ വെറും കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളെ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് അവർ പല മത്സരങ്ങളും നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചേർപ്പ് പഞ്ചായത്തിലെ യുവജനങ്ങളെ പരിഗണിക്കാതെ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? യുവജനങ്ങൾക്ക് നൽകേണ്ട ഒരു ഏറ്റവും ചെറിയ രീതിയിലുള്ള ഒരു സമ്മാന വിതരണം പോലും നടത്താൻ പറ്റാത്ത ഭരണാധികാരികളാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. പല കാര്യങ്ങളിലും അവർ ഇത്തരത്തിൽ തന്നെയാണ് നടപടികൾ സ്വീകരിച്ചു പോകുന്നത്. ഇതിനെതിരെ ശക്തമായി ഡിവൈഎഫ്ഐ പ്രതികരിക്കും എന്നാണ് അറിയിക്കാനുള്ളത്. കരുവന്നൂരിൽ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് ഓട്ടോറിക്ഷ പേട്ടയിൽ നിന്നും ഓട്ടോ ടാക്സി എടുത്തുകൊണ്ടുപോയി അപകടം സൃഷ്ടിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5:30 സംഭവം. കരുവന്നൂരിൽ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് ഓട്ടോറിക്ഷ പേട്ടയിൽ നിന്നും ഓട്ടോ ടാക്സി എടുത്തുകൊണ്ടുപോയി അപകടം സൃഷ്ടിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5:30 സംഭവം നടന്നത്. കരുവന്നൂർ ചെറിയ പാലം ഓട്ടോറിക്ഷ പേട്ടയിൽ കിടന്നിരുന്ന വാളക്കടവിൽ റോയ് എന്നയാളുടെ ഓട്ടോ ടാക്സിയാണ് കരുവന്നൂർ സ്വദേശി തന്നെയായ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് എടുത്തുകൊണ്ടുപോയത്. വലിയ പാലം കഴിഞ്ഞ ഉടനെ മുന്നിൽ പോയിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശിയായ കൃഷ്ണൻകുട്ടിയുടെ കാറിന് പിറകിലാണ് ഇയാൾ വാഹനം ഇടിച്ചത്. അപകടത്തിൽ കാറിന്റെ പിറകുവശവും ഓട്ടോ ടാക്സിയുടെ മുൻവശവും തകർന്നു. അപകടത്തിൽ ആർക്കും ഗുരുതര പരിക്കില്ല. ഇരിങ്ങാലക്കുട പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ ശ്രമകരമായാണ് ഓട്ടോ ടാക്സി റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി CNN GLPSൽ ഡോക്ടേഴ്സ് ദിനം നടത്തി. പ്രധാന അധ്യാപകൻ AR രാജീവ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡെർമറ്റോളജിയും ഫിസിഷ്യനുമായ ഡോക്ടർ ദിവ്യ ഗോപാലിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വ്യക്തിത്വ ശുചിത്വവും ആഹാരശീലങ്ങൾ എന്നിവയെക്കുറിച്ച് ഡോക്ടർ ക്ലാസ് നയിച്ചു. അധ്യാപകരായ ധന്യ, രാഗി എന്നിവർ സംസാരിച്ചു. ടോയ്ലറ്റിൽ പോയിട്ട് നമ്മൾ കൈ വാഷ് ചെയ്യും അല്ലേ?
അല്ലേ? സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുമോ? എല്ലാവരും മിടുക്കരാണ്. എങ്ങനെയാ വാഷ് ചെയ്യുക കൈയൊക്കെ? അറിയോ എല്ലാവർക്കും? 6 സ്റ്റെപ്പ് ഉണ്ട് കൈ കഴുകാൻ. അറിയോ? ഒന്ന് കാണിക്കാം നമുക്ക്. ശരി. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഇങ്ങനെ പതപ്പിക്കണം. എങ്ങനെ പതപ്പിക്കുക? സോപ്പ് നനച്ച്, കൈ നനച്ച് സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഇട്ടിട്ട് കൈനകത്ത് ആദ്യം വാഷ് ചെയ്യണം. പിന്നെ കൈന് പുറകുവശത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? നമ്മുടെ നഖത്തിന്റെ ഉള്ളിലൊക്കെ കുഞ്ഞു മക്കളല്ലേ, നിങ്ങൾ മണ്ണിൽ കളിക്കില്ലേ? അപ്പൊ ചളി ഉണ്ടാവില്ലേ? അതകത്ത് പോയ കീടാണു വരില്ലേ? അപ്പൊ നഖം കഴുകണം. ഇങ്ങനെ ഇങ്ങനെ കഴുകുക, നഖമൊക്കെ കഴുകുക. പിന്നെ ഈ വിരലിന്റെ ഇടയിലൊക്കെ കഴുകണം. അപ്പൊ എത്ര സ്റ്റെപ്പായി? 4 സ്റ്റെപ്സായി. പിന്നെ എവിടെ? പുറത്തൊക്കെ കഴുകുക, 2 കഴിയും. പിന്നെ നമ്മുടെ റിസ്റ്റിന്റെ അവിടെയും കഴുകണം. എന്നിട്ടേ നല്ല വെള്ളത്തിൽ നന്നായി വാഷ് ചെയ്താലേ നമ്മുടെ കൈ വൃത്തിയാവുള്ളൂ. തിരുവുള്ളക്കാവിൽ പ്രവർത്തിക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഊരകം സബ് സെന്ററിൽ യൂത്ത് ഹാപ്പിനെസ് പ്രോഗ്രാം നടന്നു. പരിപാടിയുടെ ഭാഗമായി തായംകുളങ്ങര സെന്ററിൽ കുട്ടികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. മാധവ് ആറാട്ടുപുഴ ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ ബ്രഹ്മചാരി ചിത്രപ്രകാശ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സ്കൂളിലോ കോളേജിലോ പോയിട്ട് തിരിച്ചു വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിക്കുമോ എന്നുള്ളത് ഇക്കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു വ്യസനമാണ്. കാരണം കുട്ടികളുടെ ഇടയിൽ അത്രമാത്രം ലഹരി പ്രചോദിപ്പിക്കപ്പെടുകയാണ്. പുറത്തുനിന്നുള്ളൊരു മാഫിയയുടെ ഇടപെടൽ മൂലം ധാരാളം കുട്ടികൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും മുതൽ കോളേജിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതൊരു ഭീതിജനകമായിട്ടുള്ളൊരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ടാവണം. എല്ലാ അച്ഛനമ്മമാരുടെയും എല്ലാ മുതിർന്നവരുടെയും വ്യസനത്തിന് അതിനെ മറികടക്കാനായിട്ട് ഒരു പുതിയ യുവതലമുറ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അവർക്ക് സാത്വിക ഭാവം വരാനും കൂടുതൽ ഊർജ്ജത്തോടു കൂടി ജനങ്ങളിലേക്ക് നന്മ പകരാനുമുള്ള കുറേ അർത്ഥവത്തായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഹാപ്പിനെസ് പ്രോഗ്രാം, യൂത്ത് ഹാപ്പിനെസ് പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് ഇവരെല്ലാവരും. ഇതുപോലെ ധാരാളം സ്ഥലത്ത് തൃശ്ശൂരിലും മറ്റ് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള കൊച്ചു കൊച്ചു സമൂഹങ്ങളുണ്ട് നമുക്ക് യുവാക്കളുടെ. ആർട്ട് ഓഫ് ലിവിംഗ് ഊരകം സബ് സെന്റർ പ്രസിഡന്റ് സീമ, സെക്രട്ടറി ദിനേശ്, ഡോക്ടർ രാജേഷ് നമ്പീശൻ, സുചിത്ര ഗിരിജൻ എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ മിനി MCFനു സമീപം മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ നടപടിയെടുത്ത് ചേർപ്പ് പഞ്ചായത്ത്. പ്രദേശത്ത് ശനിയാഴ്ച രാത്രിയിൽ പെട്ടി ഓട്ടോറിക്ഷയിൽ വന്ന് മാലിന്യം നിക്ഷേപിക്കുകയായിരുന്നു. മാലിന്യം കൊണ്ടുവന്ന ഓട്ടോ പരിസരത്തുള്ള ആൾ കാണുകയും ഓട്ടോയുടെ നമ്പർ മെമ്പർ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 16-ാം വാർഡ് മെമ്പർ അനിത അനിലൻ, 10-ാം വാർഡ് മെമ്പർ പ്രിജിത്ത് KB എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് മാലിന്യം നിക്ഷേപിച്ച വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത്. ഊരകത്ത് സ്ഥിരതാമസക്കാരനാണ് പെട്ടി ഓട്ടോറിക്ഷ ഉടമ. മാലിന്യം നിക്ഷേപിച്ച വ്യക്തിക്ക് 10,000 രൂപ പിഴ ചുമത്തുകയും 24 മണിക്കൂറിനുള്ളിൽ മാലിന്യം നീക്കം ചെയ്യാനും പഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകി. അല്ലാത്തപക്ഷം കടുത്ത നടപടി സ്വീകരിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 61ാമത് ഓണാഘോഷ ഗ്രാമോത്സവം കമ്മിറ്റി ഭാരവാഹികളായി മനോജ് കടവിൽ കൺവീനറായും പ്രസിഡന്റായി ഷാജു പെല്ലിശ്ശേരിയും ട്രഷററായി ദാസൻ TGയെയും തിരഞ്ഞെടുത്തു. നാട്ടികയിൽ ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ചുണ്ടായ വെള്ളക്കെട്ട് പ്രശ്നത്തിൽ ഇടപെട്ട് MLA CC മുകുന്ദൻ. മഴ പെയ്തതിനെ തുടർന്ന് 40ഓളം വീടുകൾ വെള്ളക്കെട്ടിലായതിനെ തുടർന്ന് ജനങ്ങളുടെ പരാതിയിലാണ് സ്ഥലം MLA സന്ദർശിച്ച് പ്രശ്നത്തിൽ ഇടപെട്ടത്. മഴ പെയ്താൽ വെള്ളക്കെട്ട് മൂലം പരിസരവാസികൾ അനുഭവിച്ചിരുന്നത് വലിയ ദുരിതമാണ്. വെള്ളക്കെട്ടിന് കാരണമാകുന്ന തടസ്സങ്ങൾ ഇതോടെ നീക്കുന്ന നടപടി സ്വീകരിച്ചു. തോട്, മൺതിട്ടകൾ തുടങ്ങിയവ ദേശീയപാത അതോറിറ്റി അധികൃതരെ കൊണ്ട് JCB ഉപയോഗിച്ച് പൊളിച്ച്
കെട്ടിക്കിടന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. MLAയോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളായ KB ഹംസ, രാധാകൃഷ്ണൻ, ശ്രീജിത്ത്, VV പ്രദീപ്, ഉണ്ണി നാട്ടിക എന്നിവരുണ്ടായിരുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ പഴുവിൽ ഫൊറോന കുടുംബ സംഗമം പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്നു. ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കുടുംബ സംഗമവും അതിരൂപത ഭാരവാഹികളെ ആദരിക്കലും ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ ഫെറോന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറിയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫെറോന പ്രൊമോട്ടർ ഫാദർ ജോയ് മുരിങ്ങാത്തേരി, തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ, തൃശൂർ അതിരൂപത AKCC ഭാരവാഹികളായ പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കാശ്ശേരി, വൈസ് പ്രസിഡന്റുമാരായ ലീല വർഗീസ്, ജോയിന്റ് സെക്രട്ടറി മേഴ്സി ജോയ്, ഫെറോന സെക്രട്ടറി ഓസ്റ്റിൻ പോൾ എന്നിവർ സംസാരിച്ചു. ഫെറോനയിൽ നിന്ന് ഗ്ലോബൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡേവിസ് എടക്കളത്തൂർ, ഷെവലിയാർ സണ്ണി തേക്കാനത്ത്, ത്യാഗരാജർ പോളിടെക്നിക് പ്രിൻസിപ്പാൾ ഇൻചാർജ് സാബു NJ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാരായ ജോർജ് KA, പ്രിൻസി AJ എന്നിവരെയും ഫെറോനയിലെ പുതുതലമുറയിൽ 5-ൽ കൂടുതൽ മക്കളുള്ള പൈലി ആന്റണി, ടിറ്റി പൈലി ദമ്പതികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പൈലി ആന്റണി, മെയ്ജു തോമസ്, ജോയിന്റ് സെക്രട്ടറിമാരായ ജോബി ജോസ്, ജെസി വർഗീസ്, ട്രഷറർ ജോസഫ് കുണ്ടുകുളം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ജൂലൈ 3 JB കോശി കമ്മീഷൻ നടപ്പിലാക്കുക, ജൂലൈ 3 അവധി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടവകളിൽ നിന്ന് ആദ്യ കുർബാനയ്ക്ക് ശേഷം 10:30 അയ്യന്തോൾ പള്ളിയിൽ നിന്നും കളക്ടറേറ്റിലേക്ക് നടത്തുന്ന മാർച്ചും ധർണയും വിജയിപ്പിക്കുന്നതിനും സംഗമം തീരുമാനമെടുത്തു. ഡോക്ടേഴ്സ് ദിനമായ ജൂലൈ 1 ഭാഗമായി താന്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആൻഡോ തൊറിയൻ, സൂപ്രണ്ട് ഡോക്ടർ ദീപ MP, ഡോക്ടർമാരായ മനു M ഗോപാൽ, നസീറ അഹമ്മദ് ഹുസൈൻ എന്നിവരെ ഷാൾ അണിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ PP ദേവദാസ്, നിസാർ കുമ്പങ്കണ്ടത്ത്, പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഏതൊരാൾക്കും ഏറ്റവും അത്യാവശ്യം ഒരു മനുഷ്യ ശരീരത്തിന് പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിന് പറ്റുന്ന ക്ഷീണം അകറ്റാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി, സാധാരണക്കാരുമായി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എന്നും സഹചാരികളായിട്ടുള്ള ആളുകളാണ് ഡോക്ടർമാർ. അപ്പോൾ ആ ഡോക്ടർമാർ നമുക്കറിയാം, കഴിഞ്ഞ കൊറോണ കാലമൊക്കെ നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് വേണ്ടി സർവീസ് ചെയ്തതുമൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം ആരോഗ്യരംഗത്തെ എല്ലാവരും ഒത്തൊരുമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇവിടെ മരണസംഖ്യ കുറയുകയും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജിതമായ പ്രവർത്തനങ്ങൾ നടന്നു. അപ്പോൾ അത്തരണത്തിൽ ഇതിപ്പോൾ ഒരു ഡോക്ടേഴ്സ് ദിനം, ഇത് ഒരു ദിവസം ഡോക്ടർമാരെ കുറിച്ച് അന്വേഷിക്കാനും അല്ലെങ്കിൽ അവരോടൊപ്പം ആയിരിക്കാനും ഉള്ള ഒരു സംവിധാനം ആണ്. ഇപ്പോൾ നമുക്കറിയാം, മഴക്കാലമാണ്, ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ള സമയം കൂടിയാണ് ഈ സമയം. അപ്പോൾ ആ ഒരു കർത്തവ്യത്തിനിടയിലും നമ്മളോടൊപ്പം ആയിരിക്കാൻ ശ്രമിച്ചതിന് കൃത്യമായ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വാഹന ഉടമകളുടെ തിരക്ക് നിയന്ത്രിക്കാനാകാത്ത സാഹചര്യത്തിൽ പാലേക്കര ടോൾ പ്ലാസയിൽ നിന്ന് അനുവദിച്ചിരുന്ന സൗജന്യ യാത്രാ പാസിന്റെ കാലാവധി 1 വർഷമാക്കി. ടോൾ പ്ലാസയുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽപ്പെടുന്ന വാഹനങ്ങൾക്കുള്ള യാത്രാ സൗജന്യത്തിന്റെ സമയപരിധിയാണ് നീട്ടിയത്. നേരത്തെ ഇത് 6 മാസമായിരുന്നു. ജൂൺ 1 മുതൽ സമർപ്പിച്ച അപേക്ഷകൾക്കെല്ലാം പുതിയ പരിഷ്കാരം ബാധകമാകും. പുതിയ പാസിന് അപേക്ഷിച്ചവർക്കും നിലവിലെ പാസ് പുതുക്കാനെത്തുന്നവർക്കും 1 വർഷത്തേക്കാണ് യാത്രാ സൗജന്യം ലഭിക്കും. ജൂൺ 1 മുമ്പ് പാസ് പുതുക്കിയവർ 6 മാസത്തിനകം വീണ്ടും പുതുക്കണം. തുടർന്ന് ഇവർക്കും 1 വർഷത്തെ കാലാവധി ലഭിക്കും. വാഹന ഉടമകൾ ആധാർ, വാഹനത്തിൻ്റെ RC ബുക്ക്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുമായി എത്തിയാൽ പാസ് എടുക്കാം. നേരത്തെ 6 മാസം കൂടുമ്പോൾ വാഹനോടമകൾ രേഖകളുമായി ടോൾ പ്ലാസയിൽ കാത്തുനിന്ന് പാസ് എടുക്കേണ്ട സ്ഥിതിയായിരുന്നു. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പഞ്ചായത്ത് നിവാസികൾ താമസ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട്. അതിരപ്പിള്ളിയിൽ വീണ്ടും കബാലിയുടെ വിളയാട്ടം. കാട്ടാന വാഹനയാത്രക്കാരെ 1.5 മണിക്കൂർ നേരം ഭീതിയിലാഴ്ത്തി. 12:50 ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയ KSRTC ബസ്സാണ് ആന ആദ്യം തടഞ്ഞത്. ഡ്രൈവർ പുതിയ ആളായതുകൊണ്ട് ആനയെ കണ്ട് ഭയന്ന് ബസ് റോഡിന്റെ നടുവിൽ നിർത്തിയതോടെ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പിന്നിൽ വന്ന ചിനിക്കാസ് ബസ്സിലെ ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തപ്പോൾ ആന പതുക്കെ റോഡിൽ നിന്ന് കാട്ടിലേക്ക് മാറി നിന്നതോടെയാണ് വാഹനങ്ങൾ കടന്നുപോയത്.
അതിനിടയിൽ ആനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച യാത്രക്കാർക്ക് നേരെ ആന തിരിഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷം കാബാലി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾക്ക് ഭീഷണിയാവുകയാണ്. റോഡിലിറങ്ങി അഭ്യാസങ്ങൾ കാണിച്ചെങ്കിലും വാഹനങ്ങൾക്ക് നേരെ ആക്രമണമൊന്നും നടത്താതിരുന്നത് ഭാഗ്യമായി. രാവിലെ 8:10 ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയ KSRTC ബസ്സും കാബാലി തടഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ റോഡിൽ നിന്ന് മാറി നിന്ന ശേഷമാണ് വാഹനങ്ങൾക്ക് പോകുവാൻ സാധിച്ചത്. ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ കോളേജ് തല ഉദ്ഘാടനം കാലിക്കറ്റ് സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ CC ബാബു നിർവഹിച്ചു. ന്യൂ ജനറേഷൻ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകളിലൂടെ മികച്ച തൊഴിലവസരങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിൽ ആരംഭിക്കുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ സാധ്യതകളെ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്യാമള വേണുഗോപാൽ വിശിഷ്ടാതിഥിയായിരുന്നു. വൈസ് പ്രിൻസിപ്പാൾ PK വിജയൻ, PTA വൈസ് പ്രസിഡന്റ് ജോസ് പൊത്തക്കാരൻ, അൽമിനി അസോസിയേഷൻ പ്രസിഡന്റ് അരുൺ MM, കോളേജ് യൂണിയൻ പ്രതിനിധി പ്രജീഷ് ജയൻ, കോർഡിനേറ്റർ ഡോക്ടർ R സ്മിത എന്നിവർ സംസാരിച്ചു. കോളേജ് NCC, NSS എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. ചാലക്കുടി കൂടപ്പുഴ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. തിങ്കളാഴ്ച രാവിലെ 5:30 ക്ഷേത്രം മേൽശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോട് കൂടിയിട്ട് അടച്ചുപോയി. ഇന്ന് കാലത്ത് അമ്പലം ഒരു 5:30 മണിയോട് കൂടി വന്ന് തുറന്നപ്പോഴാണ് ഇവിടെ മോഷണശ്രമം നടന്നതായിട്ട് കണ്ടത്. സൈഡിലുള്ള ഗ്രില്ല് ഇട്ട സ്ഥലത്ത് കൂടെ ഉള്ളിലേക്ക് കയറി ഓട് പൊളിച്ച് 3 ഓട് മാറ്റി ഉള്ളിലേക്ക് കടന്നിട്ടാണ് ശ്രീകോവിലിൻ്റെ പൂട്ട് തല്ലി പൊളിച്ചു. അതിൻ്റെ പൂട്ട് 2 ലോക്കുണ്ട്, ആ 2 ലോക്കും തകർത്ത് ഉള്ളിൽ കടന്നിട്ട് സ്ഥിരമായിട്ട് ചാർത്തുന്ന ഒരു മരതകക്കല്ലിൻ്റെ ഒരു പതക്കുണ്ട്, അത് പിന്നെ കൂടാതെ ഒരു സ്ഥിരമായിട്ട് ചാർത്തുന്ന ഒരു നെക്ലസ് മാല, ഇത് 2ഉം കവർന്നിട്ടുണ്ട്. കുറച്ച് പിന്നെ താലികൾ, പട്ടും താലിയും കൊടുക്കുന്ന താലികളുണ്ട്, അത് സ്ഥിരമായിട്ട് വരുന്ന വഴിപാട് വരുന്നതുണ്ട്, അതും പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 1 ലക്ഷത്തിൽ താഴെ രൂപ വില വരുന്ന വിലമതിപ്പുള്ള സംഭവങ്ങൾ പോയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ശ്രീകോവിലിന്റെ 2 പൂട്ട് തകർത്ത ശേഷമാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത്. സ്ഥിരമായി ഭഗവതിയെ ചാർത്തുന്ന മരതകക്കല്ലിന്റെ പതക്കവും നെക്ലേസ് മാലയും കൂടാതെ സ്ഥിരമായി ഉപയോഗിക്കുന്ന പട്ടും താലിയുമാണ് മോഷണം പോയിരിക്കുന്നത്. എന്നാൽ ഭണ്ഡാരത്തിൽ നിന്നോ മറ്റൊന്നും കവർച്ച നടത്തിയിട്ടില്ല. ക്ഷേത്രത്തിന്റെ തന്നെ മറ്റൊരു വാതിൽ ഉള്ളിൽ നിന്ന് തുറന്നാണ് മോഷണത്തിന് ശേഷം മോഷ്ടാവ് പുറത്തു കടന്നു പോയിട്ടുള്ളതെന്നാണ് സൂചന. 6 മാസം മുമ്പ് ഇതേ അമ്പലത്തിൽ ഭണ്ഡാരം തല്ലിപ്പൊളിച്ച് മോഷണം നടന്നിട്ടുണ്ട്. ഏകദേശം 10,000 രൂപ അന്ന് നഷ്ടപ്പെട്ടതായും ക്ഷേത്രം കൺവീനർ നന്ദകുമാർ ചിറക്കൽ, കരയോഗം സെക്രട്ടറി സുകുമാരൻ മറ്റത്തിൽ, കരയോഗം പ്രസിഡന്റ് AN പ്രകാശ് എന്നിവർ അറിയിച്ചു. സംഭവം അറിഞ്ഞ് ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പരാതിയെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,625 രൂപ, പവന് 53,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 2023 നടത്തിയ കേരളോത്സവത്തിന്റെ വിജയികൾക്കുള്ള സമ്മാന വിതരണം 8 മാസം കഴിഞ്ഞിട്ടും നടത്താത്തതിൽ DYFI ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. കരുവന്നൂരിൽ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് ഓട്ടോറിക്ഷ പേട്ടയിൽ നിന്നും ഓട്ടോറിക്ഷ എടുത്തുകൊണ്ടുപോയി അപകടം സൃഷ്ടിച്ചു. ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി CNN GLPS-ൽ ഡോക്ടേഴ്സ് ദിനം സംഘടിപ്പിച്ചു.
ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഊരകം സബ് സെന്ററിൽ യൂത്ത് ഹാപ്പിനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.